ആന വന്ന വഴിയിലൂടെ തന്നെയാണോ പോകുന്നത്? അങ്ങനെയുള്ള വിവരങ്ങൾ എന്താണ് ഡിഎഫ്ഒ പറയുന്നത്? തീർച്ചയായിട്ടും, അതായത് ആന വന്ന വഴിയെ തന്നെ ആനയെ ഓടിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും കൂടി നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തൊട്ടപ്പുറത്ത് വലിയ രീതിയിൽ പടക്കങ്ങളും മറ്റുമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. നിലവിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ കിണറിനോട് ചേർന്ന് ആനയ്ക്ക് കയറാൻ പാകത്തിൽ ചെറിയ വീതിയിൽ കുഴിയെടുത്ത് ആ കുഴിയിലൂടെയാണ് പിന്നീട് ആന പുറത്തേക്ക് ഇറങ്ങുന്നത്. അതായത് ഈ പട്ട കാണിച്ചാണ് ആനയെ പുറത്തേക്ക് ഇറക്കുന്നത്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി ആന പിന്നീട് കാട്ടിലേക്ക് ഓടുകയായിരുന്നു. ഈ രണ്ട് സൈഡിലും പടക്കം പൊട്ടിച്ചതിനാൽ തന്നെ കാട് ലക്ഷ്യമാക്കി തന്നെ ഓടുകയായിരുന്നു. അതിന് പിന്നാലെ ഉദ്യോഗസ്ഥരും ആന കാട്ടിലേക്ക് തന്നെയാണോ പോകുന്നത് എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുകയുണ്ടായിരുന്നു. ആന എങ്ങനെയാ കാടിന്റെ ഭാഗത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടതിന് ശേഷം ഷാമിലേക്ക് വരാം. തിരിച്ചു വരും ചിലപ്പോ. അതാണ് ഫോറസ്റ്റ് കിണറ്റിൽ നിന്ന് കയറിയതിന് ശേഷം കാടിന്റെ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ് കുട്ടിയാന. വിരണ്ട് ഓടുകയായിരുന്നു, ആ ഭാഗത്തേക്ക് തന്നെ ഓടുകയായിരുന്നു. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പടക്കം പൊട്ടിച്ചൊക്കെ ആനയെ ഓടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എന്തായാലും കാടിന്റെ ഭാഗത്തേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം എന്നുള്ളതും. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. ശ്യാം, തുടരാം. പൂജ, അതായത് ഈ ആന കയറുന്ന സമയത്ത് തന്നെ ആദ്യഘട്ടത്തിൽ അതായത് ഈ പ്രദേശവാസികൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ആനയെ മയക്കുവെടി വെച്ച് മറ്റൊരു കാട്ടിലേക്ക് നീക്കണം, അതായത് ഉൾക്കാട്ടിലേക്ക് മാറ്റണം എന്ന ഒരു ആവശ്യമായിരുന്നു ഈ പ്രദേശവാസികൾ ഉന്നയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ RDO അവർക്ക് അത്തരത്തിലൊരു ഉറപ്പ് നൽകിയിരുന്നു. അങ്ങനെ ഒരു പേപ്പറിൽ കൃത്യമായ രീതിയിൽ അത് തീരുമാനപ്രകാരമാണ്, ആ ഒരു തീരുമാനമാണ് എന്ന രീതിയിൽ ഒരു ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ ഉറപ്പ് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രദേശവാസികൾ ഇവിടെ ചെറിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്നത്. അതായത് ഈ ആന പിടിക്കല്ലേ. കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ ഈ വെള്ളിയാഴ്ച പുലർച്ചെ 1:30 മണിയോടെയായിരുന്നു ആനക്കുട്ടി വീണത്. അപ്പോൾ മുതൽ പ്രദേശത്തുള്ളവരും പരിഭ്രാന്തിയിലായിരുന്നു. വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു. കാരണം ഇത്രത്തോളം മണിക്കൂറായിട്ടും ഇതിനൊരു ഫലം കാണാത്തതിൽ പ്രതിഷേധിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രതികരണമെല്ലാം കേട്ടതാണ്. ഈ JCB അവിടേക്ക് കൊണ്ടുവരുന്നതിൽ ആദ്യം തന്നെ സ്ഥലമുടമയൊക്കെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും പിന്നീട് ഈ ദൗത്യത്തിന് വേണ്ടിയിട്ട് അവർ സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ്. കോട്ടപ്പടിയിലെ 1 മുതൽ 4 വരെയുള്ള വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ പ്രദേശത്തൊന്നും ജനങ്ങൾ ആരും തന്നെ ഇല്ലായിരുന്നു. ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും അടക്കമുള്ളവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചു നേരം മുൻപാണ് ആനക്കുട്ടി കരകയറിയത്, കിണറ്റിൽ നിന്നും കരകയറിയത്. അതിനുശേഷം മുന്നിലേക്ക് വന്ന വഴി തന്നെ കാടിന്റെ ഭാഗത്തേക്ക് തന്നെ ഓടുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് പോലും വ്യക്തമാണ്. ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ചുമൊക്കെ ആനയെ തിരികെ വിടുന്ന പുറകെ തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജെയിനസ് രാജു അവിടെ നിന്നും ചേരുന്നുണ്ട്. ജെയിൻ, വലിയ രീതിയിലൊരു ആശങ്കയുണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. ആ കിണറ്റിൽ നിന്നും കരകയറിയിരിക്കുകയാണ്. ഇപ്പോൾ കാടിന്റെ ഭാഗത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്നും 3 കിലോമീറ്ററോളം ഉണ്ട് കാട്ടിലേക്ക് എത്താൻ എന്നുള്ളതാണ് മുൻപ് ആദിത്യൻ പറഞ്ഞത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? പൂജ, തീർച്ചയായിട്ടും ഇപ്പോൾ ആ ജനവാസ മേഖല, അതായത് ഒരു പൈനാപ്പിൾ തോട്ടമാണ്. നമ്മൾ ഏറ്റവും ഒടുവിൽ ആനയെ കാണുന്നത് ഒരു പൈനാപ്പിൾ തോട്ടത്തിന് നടുക്കൂടി ആന പോകുന്നതാണ്. അതിനുശേഷം അതിന്റെ മുകളിൽ ആ മലമുകളിലേക്ക് കയറി ശേഷമാണ് ആന അപ്രത്യക്ഷനായത്. ഏതായാലും മലമുകളിലേക്ക് കയറി ശേഷമാണ് ആന അപ്രത്യക്ഷനായത്. ഏതായാലും
ഒരു 2 കിലോമീറ്റർ ജനവാസ മേഖലയുണ്ട്. ആ ജനവാസ മേഖല കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആന ഈ വനമേഖലയിലേക്ക് കടക്കൂ. വളരെ പെട്ടെന്നാണ് ആന കിണറ്റിൽ നിന്ന് കയറി വന്നത്. JCB ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ ചാലുണ്ടാക്കിയ വഴി തന്നെ ഒരുപക്ഷെ ആ JCB ഓപ്പറേറ്റർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അത്രയും പെട്ടെന്ന് ആന കയറി വരുമെന്ന്. വളരെ പെട്ടെന്ന് ആന കയറി വരികയും JCBയെ തള്ളിമറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തതിന് ശേഷം അത് വിരണ്ട് ഒരു വശത്തുകൂടി ഓടുകയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച അതേപോലെ തന്നെ ആന ഏത് ഭാഗത്തു നിന്നാണോ വന്നത് അതേ ഭാഗത്തേക്ക് തന്നെ ആന ഓടുകയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അതിൻ്റെ പിന്നിലൂടെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നാട്ടുകാരുമായിട്ടുള്ള ആളുകൾ ആനയെ വിരട്ടി ഓടിച്ചു. അങ്ങനെയാണ് ആന അത് വന്ന ഭാഗത്തേക്ക്, അതായത് ഈ വനമേഖലയ്ക്ക് സമീപത്ത് ആ ഭാഗത്തേക്ക് ഓടുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിയെത്തുകയും അതിനുശേഷം പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ആന വിരണ്ട് അവിടെ നിന്ന് ഓടിയത്. ഇപ്പോൾ ഞാൻ നടക്കുന്നതിൻ്റെ ഏതാണ്ട് എതിർവശത്തേക്കാണ് ആന ഓടിയിരിക്കുന്നത്. പക്ഷേ അത് പരമാവധി വേഗത്തിൽ ഒരു പക്ഷേ കാട്ടിലേക്ക് എത്താനുള്ള ഒരു ശ്രമത്തിലായിരിക്കും. കാരണം ഒരു 2 ദിവസത്തോളം ഒരു ദിവസം ഏതാണ്ട് 15 മണിക്കൂറോളമായി അത് ആ കിണറ്റിൽ കിടക്കുകയാണ്. പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമവും നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടു. ഒടുവിൽ അതിനെ കരയ്ക്ക് കയറ്റി വിട്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാര്യത്തിൽ ഈ ഉദ്യോഗസ്ഥർ ഈ ആളുകൾക്ക് നൽകിയിരിക്കുന്ന ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് പൂർണ്ണമായും ലംഘിച്ചു എന്നുള്ളതാണ്. അവർക്ക് പ്രായോഗികമായി അത് നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ അതുകൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു സമീപനമല്ല സ്വീകരിച്ചത്. പകരം ആ ആനയെ മയക്കുവെടി വയ്ക്കും എന്ന് ഉറപ്പ് നൽകിയതിന് ശേഷം അത്തരം ഒരു നടപടികളിലേക്കും വനംവകുപ്പ് പോലീസും കടന്നില്ല എന്നുള്ളതാണ്. മയക്കുവെടി വയ്ക്കാനുള്ള ഉദ്ദേശവും ആ ഉറപ്പ് നൽകുന്ന ഘട്ടത്തിൽ പോലും അവർക്കുണ്ടായിരുന്നില്ല. പകരം ആ കിണറിൻ്റെ ഒരു വശം ഇടിച്ച് കയറ്റി വിടുക എന്ന ഉദ്ദേശം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പ്രതിഷേധവും മറ്റും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തന്ത്രപൂർവ്വം സ്വീകരിച്ച ഒരു നടപടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഉറപ്പാണ് നൽകിയത്. അതിൽ ജനപ്രതിനിധി അടക്കമുള്ളുണ്ട്. കോതമംഗലം MLA ആന്റണി ജോൺ അടക്കമുള്ളവരാണ് ജനങ്ങൾക്ക് ആ ഉറപ്പ് നൽകിയത്. ആ കാര്യത്തിൽ യാതൊരു അല്ലെങ്കിൽ നടപടിയും സ്വീകരിക്കാതെയാണ് അവർ പിന്നോട്ട് പോയത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഒരു ഘട്ടത്തിലും മയക്കുവെടി വയ്ക്കാനുള്ള ഉദ്ദേശം വനംവകുപ്പിനോ പോലീസിനോ ഉണ്ടായിരുന്നില്ല. പകരം കിണറിൻ്റെ ഒരു വശം ഇടിച്ച് അതിലൂടെ ആനയെ കയറ്റി വിടുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതനുസരിച്ചുള്ള നടപടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിടയിൽ ഒരു മഴ പെയ്തു. ആ മഴ പെയ്തത് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമായി കണക്കാക്കി മറ്റ് പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആനയെ ആ സമയത്ത് ഒരു വശം ഇടിച്ച് ആനയെ കയറ്റി വിടുകയായിരുന്നു. പക്ഷേ ഇതിനകത്തുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ജനങ്ങൾക്ക് ഒന്നാമത് തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ വിശ്വാസമില്ല. പല സമയത്ത് ഉറപ്പ് നൽകുകയും അത് പൂർണ്ണമായും ലംഘിക്കുകയും ചെയ്യുന്നു എന്ന് അവർക്ക് നിലവിൽ തന്നെ പരാതിയുണ്ട്. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന സമീപനം അത് വരുന്ന ആളുകളിൽ തീർച്ചയായിട്ടും തിരിച്ചടിയാണ്. ഇനി ഇവരെ എന്തുറപ്പ് നൽകിയാലും പൊതുജനം വിശ്വസിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. അവർക്ക് ഈ ആനയെ മയക്കുവെടി വെച്ച് കൊണ്ടുപോകാൻ സാങ്കേതികമായി തടസ്സമുണ്ടെങ്കിൽ അത് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ അവരെ കബളിപ്പിച്ചുകൊണ്ട് അവരെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു അല്ലെങ്കിൽ ഒരു നടപടി, ഒരു ആനയെ രക്ഷപ്പെടുത്തുന്ന ഒരു നടപടി ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് നമ്മൾ കണ്ടതാണ്. എന്തായാലും കാട്ടാനക്കുട്ടി ഇപ്പോൾ കാട്ടിന്റെ ആ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. 3 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ സംഭവം നടന്ന പ്രദേശത്ത് നിന്നും. അവിടെ അത്രയും വനം വകുപ്പ് ആ ഒരു നിരീക്ഷണം കൂടി നടത്തുകയാണ്. കാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമം കൂടി തുടരുകയാണ്.